ഇവിടെ നിന്നിട്ട് ഈ സൈഡിലേക്ക് അങ്ങോട്ടല്ലേ? സാധാരണ ഫ്രൈഡേകളിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന പതിവേ ഇല്ല കേട്ടോ. ആകെ ഉറങ്ങുന്ന ദിവസം ഫ്രൈഡേ ആണ്, കാരണം സ്കൂളില്ലാത്ത ദിവസം ഫ്രൈഡേ ആണല്ലോ. പക്ഷേ ഈ ഒരു ഫ്രൈഡേ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു, കാരണം ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. സൺറൈസിൻ്റെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പം കോസ്റ്റ്യൂം പറഞ്ഞത് സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഞാനൊരു 4:30 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ പോയി കെറ്റിൽ ചൂടാക്കാൻ പോയി കേട്ടോ. കാരണം രാവിലെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്ന പതിവുണ്ട്. അതൊരു ശീലമായി കേട്ടോ. കാരണം ആ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു മൂഡ് ഓഫാണ്. ഷെവിക്കൊരു ബ്ലാക്ക് കോഫിയും എനിക്ക് ചൂടുവെള്ളമാണ് കേട്ടോ. അങ്ങനെ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഞാൻ നേരെ വാഷ്റൂമിൽ പോയി ഫ്രഷായി കുളിച്ചു. അതിനുശേഷം സുബഹി നിസ്കരിച്ചു. അപ്പോഴത്തേന് വെള്ളം റെഡിയായി, നമ്മുടെ കോഫി അങ്ങനെ റെഡിയായി കേട്ടോ. അപ്പോഴത്തേന് ഷെഫിയും എഴുന്നേറ്റ് റെഡിയാവാൻ പോയി. അങ്ങനെ ഞാൻ അടുത്ത മേക്കപ്പ് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു ഇട്ടുന്നത്. ഒരുപാട് ഹെവി ഒന്നും മേക്കപ്പ് വേണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ മേക്കപ്പ് ഇട്ടതിന് ശേഷം സാരി, ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സാരി കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു പർപ്പിളായിരുന്നു ഞാൻ ഉടുത്തിരുന്നത് കേട്ടോ. കോട്ടൺ സാരി ആയതുകൊണ്ട് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ഒതുങ്ങി കിടക്കുന്നത് കൊണ്ട് കോട്ടൺ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ സാരി എടുത്തു, അതിന് ചേരുന്ന കമ്മലിട്ട്, മുടി ഞാൻ നോർമലായിട്ടാണ് കെട്ടിയത് കേട്ടോ. അതിനുശേഷം അതിന് ചേരുന്ന ഒരു ഹിജാബ് ഇട്ടു. അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ കേട്ടോ. 5:45 6 മണിക്കാണ് അവിടെ എത്തേണ്ടത്. നമുക്ക് ലൊക്കേഷൻ പറഞ്ഞത് ബുധയ ഒരു വെജിറ്റബിൾ ഫാമിലാണ് കേട്ടോ. അപ്പം നമ്മൾ വെസ്റ്റ് റഫേലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബുധയിലോട്ട് പോകാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയിൽ നിന്നിട്ടാണ് ചൂടുവെള്ളം കുടിക്കുന്നത്, കാരണം ടൈം ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ ഒരു ക്ലോക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ടൈം നോക്കിയാൽ മനസ്സിലാവും 5:45 കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും ഒരു 6:10 ആയപ്പോൾ അവിടെ എത്തി. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സൺറൈസ് കാണുന്നത് കേട്ടോ. അങ്ങനെ കുറേ ചീരകളും കിളികളുടെ സൗണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു 1 അവറോളം ഷൂട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷെഫി എന്നെ കാത്തിരുന്ന് നല്ല ടയേർഡായി. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു തട്ടുകടയിൽ കയറി ഇടിയപ്പവും ബീഫ് കറിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ചൂട് കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു വീക്കെൻഡിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.